ഹസൻ നസ്രള്ളയുടെ കൊലപാതകത്തെ തുടർന്ന് ഹിസ്ബുള്ളയുടെ പുതിയ നേതാവായി നിയമിതനായ ഹാഷിം സഫീദിൻ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മണിക്കൂറിന് ശേഷം ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. ഇസ്രായേലിന്റെ വേഗത്തിലുള്ളതും നിർണായകവുമായ ആക്രമണം നസ്രള്ളയുടെ പുതിയ പിൻഗാമിയെ കൂടിയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയുടെ നേതൃത്വത്തിന് തന്നെ സംഭവിച്ച ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണിത്. നസ്രള്ളയുടെ കൊലപാതകത്തിന് ശേഷം നാഥനില്ലാ കളരിയായി മാറ്റപ്പെട്ട ഹിസ്ബുള്ളയ്ക്ക് പുതിയ നേതാവിനെ ലഭിച്ചതിന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇസ്രായേൽ വകവരുത്തിയത്. നസ്രള്ളയുടെ ബന്ധുവായ സഫീദിന് പ്രാദേശിക അധികാര ഘടകങ്ങളുമായി ആഴത്തിലുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത്. കൊല്ലപ്പെട്ട സഫീദിന്റെ ഭാര്യാപിതാവായിരുന്ന മുൻ IRGC നേതാവ് ഖാസിം സുലൈമാനിയെ 2020 US കൊലപ്പെടുത്തിയിരുന്നു. ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെയും രഹസ്യ സങ്കേതത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കുവാനാകാതെ എതിർശക്തികൾ ഒന്നൊന്നായി തകർന്നു തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഇറാന്റെയും ഉറക്കം കെടുത്തിയിട്ടുണ്ട്. യമനിലെ ഹൂതി ഭീകര സംഘടനയുടെ താവളമായിരുന്ന ഹൊദൈദ തുറമുഖത്തിലും ഇന്നലെ ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയിരുന്നു.